വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. ത്രികോണ പോരെന്ന് കേൾക്കുമ്പോൾ തന്നെ മണ്ഡലത്തിലെ മത്സരത്തിന്റെ ചൂടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ത്രികോണ മത്സരമാണ് കഴക്കൂട്ടത്തും നടക്കാൻ പോകുന്നത്. ഇത്തവണ കഴക്കൂട്ടത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി CPIM നേതാവായ കടകംപള്ളി സുരേന്ദ്രനാണ്. UDFന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് T ശരത്ചന്ദ്ര പ്രസാദും NDAക്ക് വേണ്ടി BJP നേതാവായ V മുരളീധരനുമാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ കൂടാതെ കുറച്ച് അപരന്മാരും ഈ മണ്ഡലത്തിൽ മത്സര രംഗത്തുണ്ട്. തിരുവനന്തപുരത്തിന്റെ വളരെ ചരിത്രപ്രധാനമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ മൂന്ന് മുന്നണികളും കഴക്കൂട്ടത്തെ നോക്കിക്കാണുന്നത്. എന്നാൽ ജനങ്ങൾ എങ്ങനെയാവും പോളിംഗിൽ ഇവർക്കൊപ്പം നിൽക്കുക എന്നതും വലിയ ചർച്ചയാണ്. അതോടൊപ്പം തന്നെ ചൂട് പിടിപ്പിക്കുന്ന ചർച്ചകളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ കഴക്കൂട്ടത്തിൽ ഉയർന്നു വരുന്നത്. കഴക്കൂട്ടത്ത് BJP LDF ഡീലുണ്ടെന്നാണ് UDF സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദിന്റെ വാദം. മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവും കടകംപള്ളിക്ക് കഴക്കൂട്ടത്ത് വലിയ തിരിച്ചടിയാവുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. BJP പേടി പറഞ്ഞു ന്യൂനപക്ഷ വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷമെന്നും കൂട്ടിച്ചേർത്താണ് അദ്ദേഹത്തിന്റെ വിമർശനം. കഴക്കൂട്ടത്ത് LDFന്റെ ആളുകൾ BJPക്ക് വോട്ട് ചെയ്താലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാധാരമായി അദ്ദേഹം പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. BJP ഇതുവരെയും ഈ ഒരു കേസിൽ നടപടിക്ക് മുതിർന്നിട്ടില്ല എന്നതാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. ഇനി കഴക്കൂട്ടത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ പണ്ട് മുതലേ കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന മണ്ഡലമാണിത്. എന്നാൽ ആദ്യമായി അതിനൊരു വിള്ളൽ വരുത്തിയത് കഴക്കൂട്ടം സിറ്റിംഗ് MLA ആയ കടകംപള്ളി സുരേന്ദ്രനാണ്. 1996ലും 2016ലും 2021ലും തനിക്കൊപ്പം നിന്ന ജനങ്ങൾ നാലാമതും തനിക്കൊപ്പം തന്നെ നിൽക്കുമെന്ന കടുത്ത ആത്മവിശ്വാസത്തിലാണ് കടകംപള്ളി. താൻ ജനങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് രാഷ്ട്രീയം ആരും നോക്കില്ല എന്നും പറഞ്ഞു വെച്ചിരിക്കുകയാണ് കടകംപള്ളി. 40 വർഷത്തെ രാഷ്ട്രീയ ബന്ധമാണ് മണ്ഡലത്തിൽ തനിക്കുള്ളതെന്നും കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിക്കാൻ സാധിക്കുമോ എന്നതും ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. എന്നാൽ അപ്പോഴും അദ്ദേഹത്തിന് വെല്ലുവിളിയാവുന്നത് സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ മൂർച്ചയുള്ള ആയുധമായും ഇതിനെ നമുക്ക് കണക്കാക്കാം. അതേസമയം 10 വർഷം ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഇനിയും ഒപ്പമുണ്ടാവും ഞാൻ എന്ന ഉറപ്പാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്നത്. ഒപ്പം തന്നെ വർഷങ്ങളോളം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന മണ്ഡലം തിരിച്ചു പിടിക്കാനാവുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി T ശരത്ചന്ദ്ര പ്രസാദ്. 100% വിജയിക്കുമെന്നാണ് ചന്ദ്രപ്രസാദിന്റെ വാദം. ഇനി BJPയിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ 2016 തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 40,000-ത്തിലധികം വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തിയതാണ് ഇക്കുറി NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ആത്മവിശ്വാസം. കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിച്ചതും BJPക്ക് കഴക്കൂട്ടത്ത് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. ആത്മവിശ്വാസം നല്ലതാണ്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത് കഴക്കൂട്ടത്തും പ്രതിഫലിക്കുമോ? കൂടാതെ വിജയത്തുടർച്ച ലഭിക്കാൻ കടകംപള്ളി സുരേന്ദ്രന് സാധിക്കുമോ? കോൺഗ്രസ് കോട്ട തിരിച്ചു പിടിക്കാൻ ശരത്ചന്ദ്ര പ്രസാദിന് സാധിക്കുമോ? എന്നീ 3 ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കാനുള്ളത്. എന്തു തന്നെ ആയാലും കാത്തിരുന്നു കാണാം.